വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസ്നാസോളിലും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റിക്കർ മേക്കിംഗ് തന്നെയാണ്. ഇന്ന് ടാപ്പില്ലാണ്ട് സ്റ്റിക്കർ എങ്ങനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചെയ്യാൻ സിമ്പിളാണ്, പക്ഷേ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് കുറച്ച് എന്നെപ്പോലത്തെ കുഞ്ഞു കുഞ്ഞു മക്കൾ ചോദിച്ചൊരു വേണ്ടിയാണിത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം അതേപോലെ സിമ്പിൾ പിക്ചർ ട്രേസ് ചെയ്ത് ഇതേപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ അടിച്ചെടുക്കാം. ഇന്ന് ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് ബോർഡർ ഒന്ന് കൊടുക്കണം. ഇത് എഡിറ്റിൻ്റെ ഇതാണ്, ലിറ്റിൽ ആർട്ടിസ്റ്റിൻ്റെ. ഇത് ബ്രോഡും ഇത് ഫൈനുമാണ്. പിന്നെ ഫൈനിലാണ് എടുക്കാറുള്ളത് സാധാരണ. ഇതേപോലെ ഒന്ന് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറൊക്കെ വരയ്ക്കാം കേട്ടോ, അതാണ് നല്ലത്. അതിനുശേഷം ഇതിലേക്ക് പച്ചാണല്ലോ, ബട്ട് ഇത് കുറച്ചും കൂടി സ്പ്രെഡാകുന്നുണ്ട്. മാർക്കേഴ്സ് ആണെങ്കിൽ സ്പ്രെഡ് ആവില്ല. ഇത് നല്ലവണ്ണം സ്പ്രെഡൊക്കെ ആകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് പോകുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതിൽ. പ്രശ്നമില്ല, നമുക്ക് ഇതാ ഇനിയും കുറച്ച് സ്പേസൊക്കെ വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചെയ്തിരിക്കണില്ലേ, നിങ്ങൾക്കും പറഞ്ഞു തരണമല്ലോ. നിങ്ങളാണല്ലോ കൂട്ടുകാരൊക്കെ. ഞാൻ കൊടുത്ത ഗിവവേലത്തെ കുട്ടികൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഗിവൊക്കെ വേണ്ടേ? അപ്പോൾ വേഗം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി 2-3 ദിവസമേ ഉള്ളൂ. വേറെ വീഡിയോ ഒന്നുമില്ല ഗിവവേലത്തെ. വേറൊരു വീഡിയോയിൽ നിന്ന് ഞാൻ എന്ത് ഗിവവേ സെലക്ട് ചെയ്യും. അതാണ് കൂടുതൽ കമൻറ്റ് ഇട്ടത്, അവരായിരിക്കും സെലക്ട് ചെയ്യാം. ടോപ്പറില്ല, മറ്റേ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയൊക്കെയാണ്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം, അതില്ലെങ്കിൽ പറ്റൂല. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലത്തെ ഗ്ലൂ ഉണ്ടാവുമല്ലോ, ഇതേപോലത്തെ ഗ്ലൂ ഒന്നൊട്ടിച്ചിട്ട് അതിൽ. എന്നിട്ട് ഇതിനുമായി ഒട്ടിക്കുക. സെയിം പിച്ച് ഇതുപോലെ ചെയ്യാം. ഇതിലും പോലും ചെയ്തെടുക്കാം. ഇപ്പം നല്ല രസമുണ്ട്. ഇനി കുറച്ചും കൂടി രസം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ ഒരു ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത ശേഷം ഒന്ന് അളന്ന് നോക്കാം ഇത്ര വേണോ എന്നൊക്കെ.
ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാനിപ്പോൾ എഴുതുന്നത് ഇതിലാണ്. സ്റ്റിക്കേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടി ഒന്നുകൂടി ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അതിലേക്കൊരു പിങ്കിഷ് കളർ നല്ല സ്റ്റേജിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ചെയ്യാം. സെയിം അളവിനെടുക്കാം. അതിനുശേഷം വേറൊരു കളർ എടുക്കാം. അതിനുശേഷം ഇതിലും ബാക്കിൽ ഇത് ചെയ്തെടുക്കാം. എന്താ ചെയ്തെടുക്കണ്ടേ? പശ തേച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഇതാ ഒട്ടിച്ചെടുക്കാം. ഇതേ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ റീയൂസബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പറയണല്ലോ, അൾത്തിക്ക ഒട്ടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത അമർത്താൻ മറക്കപ്പെട്ട എല്ലാവർക്കും ബൈ ബൈ.